വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങളാണ് നമ്മുടെ കീം 2025 ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നൊന്ന് പറയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ കാണുക ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും, അതായത് കീം എഴുതാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും മക്കളെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്തു കൊടുക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് കീമിൻ്റെ PYQs നമ്മൾ നോക്കി അനാലിസിസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഒരിക്കലും മിസ് പറയുന്നില്ല ഇത്രയും എണ്ണം തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഏകദേശം ഉറപ്പായിട്ടും ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ഫിസിക്സിലെ ഓരോ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് എത്ര ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു കീം 2025 എക്സ്പെക്ട് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കീം 2025 പേപ്പേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ 50% ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? നമ്മളുടെ മാത്സിൽ നിന്നാണ് ചോദിക്കുന്നത്. ആൻഡ് 30% ഫിസിക്സിൽ നിന്നും 20% നമുക്ക് കെമിസ്ട്രിയിൽ നിന്നുമാണ് ചോദിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൽ ഫിസിക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ 45 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫിസിക്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉറ്റുനോക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഓരോ 45 ക്വസ്റ്റ്യൻസിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്നു നമുക്ക് നോക്കാം. സോ നിങ്ങൾ നോക്കുക, ആദ്യം തന്നെ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 മുതൽ 2 ചോദ്യങ്ങൾ വരെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അതിൽ ഈ ഡയമെൻഷണൽ അനാലിസിസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഓരോ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കൈനമാറ്റിക്സ് ആൻഡ് 1D എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1D 2D നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം അതായത് സ്ട്രെയിറ്റ് ലൈൻസും മോഷൻ പ്ലെയിനുമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും ഏകദേശം 2 മുതൽ 4 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ 3 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി വർക്ക് എനർജി പവർ നോക്കുകയാണെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഗ്രാവിറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും സെയിം തന്നെയാണ്, 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും സോളിഡ്സും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. ഇനി തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി, തെർമൽ ഫിസിക്സിനെ നമ്മൾ ഒരുമിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തെർമോഡൈനാമിക്സും തെർമൽ പ്രോപ്പർട്ടീസും കൈനറ്റിക് തിയറിയും ഇവർ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നും വരാനുള്ള ചാൻസ് ഉള്ളത്. ഇനി ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാനുള്ള സാധ്യതകൾ ആ ഒരു ഭാഗത്തു നിന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ +1 ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടാണ്, അതായത് ഈ +1 എത്ര നമുക്കിപ്പോൾ +1ഉം +2ഉം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം എത്രത്തോളം % ഭാഗമാണ് ഈ 45 ചോദ്യങ്ങളിൽ +1 ഭാഗത്ത് നിന്ന് വരിക? ഫസ്റ്റ് ഇയറിൽ നിന്ന് വരിക, സെക്കൻഡ് ഇയറിൽ നിന്ന് എത്രയാണ് വരിക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം 50-50 തന്നെയാണ്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു 49 അല്ലെങ്കിൽ 51 ആ ഒരു റേഞ്ച് തന്നെയാണ്. ഏകദേശം ഈക്വൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഭാഗം വന്നത് 11th ഫിസിക്സിൽ നിന്നായിരുന്നു +2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും ഒരു 49-51 റേഞ്ച് അല്ലെങ്കിൽ ഒരു 50-50 റേഞ്ച് തന്നെയാണ് +1 +2 ചാപ്റ്റേഴ്സിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഒരിക്കലും നമ്മൾ +1 പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. +1ന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി +2 ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ആദ്യം തന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റത്തെ ഏകദേശം 3 ചാപ്റ്റേഴ്സോടെ നമ്മൾ അത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ വരെയാണ് ആ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഇനി മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ 3 മുതൽ 5 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ കീമിന് ചോദിക്കാറുണ്ട്. 3 to 5 ക്വസ്റ്റ്യൻസ്. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി അതിൽ
ഇൻക്ലൂഡഡ് അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണെന്ന് ഓർക്കുക. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി റേ ആൻഡ് വേവ് ഓപ്റ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ 2 to 4 ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ആണ് അവിടെ നിന്ന് വരുന്നത്. ഇനി ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സിനെ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ എന്നിരുന്നാൽ പോലും നമുക്ക് 2 to 4 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2, 3, 4 ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ നമുക്ക് പറയാം കേട്ടോ. ഇനി സെമി കണ്ടക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ്. അതിനും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ തന്നെ 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിസിക്സിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മക്കളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കെയിം ക്രാഷ് ബാച്ച് ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കെയിം 2025ൻ്റെ എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ ഡൗട്ട്സിനും ക്ലാരിഫിക്കേഷനായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കമൻറ്റ് ബോക്സ് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. കറക്റ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ ചോദിക്കാവുന്നതാണ്. ആൻഡ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് മക്കളെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.